ആദ്യമായിട്ട് വിദേശത്ത് യാത്ര പോകുന്ന നമ്മൾ ആരെങ്കിലും ഒരാൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. വിദേശത്ത് യാത്ര പോകുന്ന സുഹൃത്തുക്കളാണ് നമ്മൾ ആരെങ്കിലുമെങ്കിൽ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. മൈ നെയിം ഈസ് ഇബാദ് റഹ്മാൻ. വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. ടെക്നോളജി നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സഹായകരമാകുന്നു എന്ന രൂപത്തിലുള്ള വീഡിയോകളാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വിദേശത്തേക്ക് യാത്ര പോകുന്ന സുഹൃത്ത് ആദ്യമായിട്ടാണ് പോകുന്നതെങ്കിൽ എയർപോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള പാസ്പോർട്ടും ടിക്കറ്റിൻ്റെ കോപ്പിയും ചെക്കിംഗ് കൗണ്ടറിലേക്ക് എത്തുക. ഏത് എയർലൈൻസിലാണ് നമ്മൾ യാത്ര പോകുന്നതെങ്കിൽ ആ എയർലൈൻസിൻ്റെ അതാത് കൗണ്ടറുകളുണ്ട്, അവിടെ എത്തുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റും നമ്മുടെ പാസ്പോർട്ടും അവിടെ സബ്മിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ കയ്യിലുള്ള ലഗേജ് നമുക്ക് അവിടെ കൊടുക്കാം. അത് വെയിറ്റ് നോക്കി അത് കയ്യിൽ കൊണ്ടുപോകേണ്ടതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ലഗേജായി ഇതിനെ പരിഗണിക്കുകയും ആ ലഗേജ് കൂട്ടത്തിൽ ഇത് പോവുകയും ചെയ്യുന്നതാണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, അവിടെ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർ ഒരു പാസ് തരും. അതിനെ പറയുന്ന പേരാണ് ബോർഡിംഗ് പാസ്. ഈ ബോർഡിംഗ് പാസിൽ ഉണ്ടാകുന്നത് ഏത് ഗേറ്റിലൂടെയാണ് നമ്മൾ ടെർമിനലിലേക്ക് കയറേണ്ടത്, ഏത് സീറ്റിലാണ് നമ്മൾ ഇരിക്കേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ബോർഡിംഗ് പാസിൽ ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബോർഡിംഗ് പാസും പാസ്പോർട്ടും അവിടെ വെച്ച് മറന്നു പോകരുത്. അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാം. ആ രണ്ടാമത്തെ സ്റ്റെപ്പാണ് എമിഗ്രേഷൻ. എമിഗ്രേഷനിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ വളരെ മാന്യമായിട്ട് വേണം അവിടെ പെരുമാറാൻ. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പാസ്പോർട്ടും വിസയും ടിക്കറ്റും അവിടെ കാണിക്കും. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ മാന്യമായിട്ട് ഉത്തരം പറയുക. നമ്മളൊരു ഫോട്ടോയൊക്കെ എടുക്കും. അതിനുശേഷം അവർ നമ്മുടെ പാസ്പോർട്ടിൽ ഒരു സീൽ ചെയ്യും. ഇപ്പോൾ എമിഗ്രേഷൻ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പാർട്ട് സ്ക്രീനിങ് എന്നാണ് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ ക്യാമറ, ബെൽറ്റ്, പേഴ്സ് എന്നിവയെല്ലാം ഊരി ഒരു ട്രെയിൽ വെക്കണം. വെറും ഡ്രസ്സ് മാത്രമേ നമ്മൾ ഇടാൻ പാടുള്ളൂ. നമ്മൾ അവിടെ സെക്യൂരിറ്റി സ്കാൻ ചെയ്യും. ഇത് തൊട്ടടുത്ത് തന്നെ സ്കാനിങ് നടക്കുന്നുണ്ടാകാം. അവിടെ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ സ്കാൻ ചെയ്ത് വരികയും ചെയ്യും. ഇപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പാസ്പോർട്ടോ ബോർഡിംഗ് പാസോ ഒന്നും അവിടെ മിസ് ചെയ്യരുത്. ഇതെല്ലാം ചെയ്തതിനു ശേഷം നമ്മുടെ ബോർഡിംഗ് പാസിൽ ഉണ്ടാകുന്ന ഗേറ്റ് നമ്പർ നോക്കുക. ആ ഗേറ്റ് നമ്പറിലേക്ക് നമ്മൾ ചെന്ന് വെയിറ്റ് ചെയ്യുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ എയർലൈൻസ് കമ്പനിയുടെ ആളുകൾ അവിടെയും ഉണ്ടാകും. അവരും നമ്മളെ സഹായിക്കുന്നതാണ്. ആ ഫ്ലൈറ്റ് വന്നു കഴിയുമ്പോൾ അവർ നമ്മളെ അതിലേക്ക് കയറ്റിയിരുത്തുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം ഏത് സ്ഥലത്താണോ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെയും 1-2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മുടെ കയ്യിലുള്ള പാസ്പോർട്ടും ബോർഡിംഗ് പാസും അവിടെ കാണിക്കുക. എമിഗ്രേഷനിൽ ചെന്നുകൊണ്ട് നമ്മൾ ക്യൂ നിൽക്കുക. നമ്മുടെ പാസ്പോർട്ട് അവിടെ കാണിച്ചാൽ അവിടെയും നമ്മുടെ പാസ്പോർട്ടിൽ സീൽ ചെയ്യുന്നതാണ്. അപ്പോൾ വിദേശയാത്ര പോകുന്ന സുഹൃത്തുക്കൾക്ക് എങ്ങനെയാണ് എന്നൊരു സംശയം ഉണ്ടാകും. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുക. ചെക്കിങ് ചെയ്യുക, എമിഗ്രേഷൻ ചെയ്യുക, സ്കാനിങ് ചെയ്യുക. ഈ സമയത്തൊന്നും നമ്മുടെ പാസ്പോർട്ടോ ബോർഡിംഗ് പാസോ ഒന്നും മിസ്സാകാതെയും സൂക്ഷിക്കുകയും വേണം. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അപരിചിതരെ കണ്ടു കഴിഞ്ഞാൽ അവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചോളൂ. പക്ഷെ അവർ തരുന്ന സാധനങ്ങളൊന്നും നമ്മൾ കയ്യിൽ സൂക്ഷിക്കരുത്. അത് പിന്നീട് പല അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ വിദേശയാത്ര പോകുന്ന സുഹൃത്തുക്കൾക്ക് സഹായകരമാകുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്തത്. ആദ്യം തന്നെ ഒന്നുകൂടെ പറയാം, ചെക്കിങ് ചെയ്യുക, എമിഗ്രേഷനിൽ എത്തുക, അതിനുശേഷം നമ്മളെ സ്കാനിങ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, അവിടെ ചെല്ലുക, പിന്നെ ഗേറ്റിലേക്ക് നടന്ന് നീങ്ങുക. അവിടെ നമ്മളെ സഹായിക്കാൻ ആളുകളുണ്ട്. എന്തായാലും ടെക്നോളജി നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സഹായകരമാകുന്നു എന്ന രൂപത്തിലുള്ള വീഡിയോകളാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും അപ്ലോഡ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.